നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരുന്നത്. പാലക്കാട്ടെ ദയനീയ പരാജയവും യോഗത്തിൽ ഉന്നയിക്കാനുള്ള നീക്കമാണ് പാർട്ടിയിലെ കെ സുരേന്ദ്രൻ വിരുദ്ധ ചേരി നടത്തുന്നത്. സുരേന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് സുരേന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും. കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചതുപോലും നാടകമാണെന്ന വിലയിരുത്തലാണ് പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ എതിരാളികൾ ഉന്നയിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ അടിത്തറ വിപുലമാക്കുന്നതിനുള്ള പരിശ്രമത്തിനിടയിലാണ് പാലക്കാട്ടെ കനത്ത തിരിച്ചടി ഷോക്കായി മാറിയത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി വരുന്ന ഫെബ്രുവരിയിൽ അവസാനിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു സുരേന്ദ്രൻ. എന്നാൽ പാലക്കാട്ട് വിജയപ്രതീക്ഷയുണ്ടായിരുന്ന സി കൃഷ്ണകുമാറിന്റെ തോൽവിയും വോട്ട് ചോർച്ചയും രംഗത്തിന്റെ സ്വഭാവം ആകെ തകിടം മറിച്ചു. സുരേന്ദ്രന്റെ കസേര എപ്പോൾ വേണമെങ്കിലും പോകുമെന്ന സ്ഥിതിയിലായി എല്ലാ വിരലുകളും ചൂണ്ടുന്നത് സുരേന്ദ്രന് നേരെയാണ്. സുരേന്ദ്രനെ ഏറ്റവും അധികം പിന്തുണച്ചിരുന്ന വി മുരളീധരൻ പോലും അതിവിദഗ്ധമായി കൈകഴുകി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് സംസ്ഥാന അധ്യക്ഷനാണ് പറയേണ്ടതെന്നും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ പറയാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലും വി മുരളീധരൻ അത്ര കണ്ട സജീവമായിരുന്നില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചുമതല ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും വി മുരളീധരൻ തന്ത്രപൂർവ്വമാണ് ഒഴിഞ്ഞുമാറിയത്. സംസ്ഥാന പ്രസിഡന്റ് മറുപടി പറയുമെന്നും തനിക്കുണ്ടായിരുന്നത് മഹാരാഷ്ട്രയിലെ ചുമതലയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കാനേ കഴിഞ്ഞിട്ടില്ലെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. ചോദ്യത്തിനെല്ലാം മഹാരാഷ്ട്രയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ എന്നും മറുപടി. സന്ദീപ് വാര്യർ പാർട്ടി തിരിച്ചടിയായി എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും സന്ദീപ് വാര്യർ വിഷയം കൈകാര്യം ചെയ്തതിൽ തെറ്റുപറ്റിയെന്നുമാണ് പാർട്ടിയിൽ സുരേന്ദ്രനെതിരെയുള്ള പൊതുവായ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ മികച്ച പ്രകടനത്തിന് സുരേന്ദ്രൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് പാലക്കാട്ടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വവും അദ്ദേഹം ഏറ്റെടുക്കണം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പാർട്ടി സ്വരൂപിച്ച നേട്ടങ്ങൾ പാലക്കാട് തോൽവിയുടെ നഷ്ടമായി. ഒരു മുതിർന്ന നേതാവ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സുരേന്ദ്രന്റെ കാലാവധി ഫെബ്രുവരിയിൽ തീരുമ്പോൾ നേതൃമാറ്റത്തിനായി കടുത്ത സമ്മർദ്ദം കേന്ദ്ര നേതൃത്വത്തിനുണ്ടാകുമെന്നത് ഉറപ്പാണ്. ജനങ്ങളെ ആകർഷിക്കുന്ന നേതാവെന്ന നിലയിൽ ശോഭാ സുരേന്ദ്രന് നറുക്കു വീഴാമെന്നാൽ ശോഭയ്ക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ പാരകളേറെയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ 2010 മുതൽ 2015 വരെ അധ്യക്ഷ സ്ഥാനം വഹിച്ച വി മുരളീധരന് വീണ്ടും നറുക്കു വീണാലും അത്ഭുതപ്പെടാനില്ല. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ തോൽവിയിൽ പൊട്ടിത്തെറി തുടരുകയാണ്. തോൽവിയിൽ പാലക്കാട് ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരെ ആരോപണം ഉന്നയിച്ച കെ സുരേന്ദ്രനെതിരെ പൊട്ടിത്തെറിച്ച് ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പാലക്കാട് ചുമതല ഉണ്ടായിരുന്ന രഘുനാഥിനെതിരെയും സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെയുമാണ് ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗമായ മുതിർന്ന നേതാവിന്റെ വിമർശനം. ഇത്തരം പശ്ചാത്തലത്തിലാണ് ഇന്ന് കൊച്ചിയിൽ നേതൃയോഗം ബി.ജെ.പി. ചേരാനിരിക്കുന്നത്. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പിലെ പരാജയം ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്.